2025 ഒക്ടോബർ മാസം 17-ാം തീയതി ഡീകോഡ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ അമേരിക്ക പിടിമുറുക്കുന്നതിനെ പറ്റി വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അന്ന് ട്രംപ് CIA ഉൾപ്പെടെയുള്ള ഏജൻസികളെ വെനസ്വേലയിൽ വിന്യസിച്ചതായും ഡീകോഡ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ലക്ഷ്യമെന്ത്, ആ ലക്ഷ്യത്തിലേക്ക് ട്രംപ് നീങ്ങുന്നതും കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് ഡീകോഡ് അന്ന് എത്തിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും പിടികൂടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരവെയാണ് അമേരിക്കയുടെ ആക്രമണം. ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നിക്കോളാസ് മദൂറോയെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രദേശത്തെ സൈനിക താവളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചൈനയ്ക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് വെനസ്വേലയിലെ US ആക്രമണം എന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയിൽ അടുത്തിടെ ചൈനയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഏത് നിമിഷവും അമേരിക്ക ആക്രമണത്തിന് സാധ്യതയുണ്ടാകുമെന്ന് മദൂറോയ്ക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോഴിതാ റഷ്യയും വെനസ്വേലയ്ക്ക് പരോക്ഷമായി പിന്തുണ നൽകി രംഗത്തെത്തുകയാണ്. രണ്ട് വൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള സാഹചര്യത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും കർശന നിയന്ത്രണമുള്ള വെനസ്വേലയിൽ ഭരണകൂടത്തിനെതിരെ ജനവികാരമുണ്ട്. ഇത് മുതലെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് നിലവിലുള്ളത്. എങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ട്രംപ് മുതിരില്ല എന്നാണ് സൂചന. നമുക്ക് കൃത്യമായി തന്നെ നോക്കാം ഏത് തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് നോക്കാം. അതായത് നിക്കോളാസ് മദൂറോയും ഭാര്യയും ബന്ദിയാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം അല്പസമയത്തിനകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകും. അതായത് ഇന്ത്യൻ സമയം 9:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇപ്പോൾ അത് ഇദ്ദേഹം അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടോ അല്ലെങ്കിൽ അമേരിക്ക ബന്ദിയാക്കിയോ എന്നുള്ളത് തരത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വരുന്നത്. വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് കൃത്യം 9:30 തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, അമേരിക്ക ബോംബാക്രമണം നടത്തിയതാണ്. അതായത് വെനസ്വേലയിൽ ആദ്യത്തെ ആക്രമണം നടത്തിയാണ് അമേരിക്ക. ബോട്ടുകളിൽ ലഹരിമരുന്ന് നിറയ്ക്കുന്ന കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവര് ബോംബാക്രമണം അന്ന് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്നും വീണ്ടും അമേരിക്ക വലിയ തരത്തിലുള്ള ബോംബാക്രമണം വെനസ്വേലയിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംഘർഷത്തിന് പിന്നിലുള്ള കാരണമായി ട്രംപ് പറയുന്നത് മയക്കുമരുന്ന് കടത്തി ഏറ്റവും കൂടുതൽ വെനസ്വേല മയക്കുമരുന്ന് കടത്തുന്നു, മറ്റു ലോകങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുകയാണ്. അതുകൊണ്ടാണ് വെനസ്വേലയിൽ വലിയ തലത്തിൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. അതായത് അമേരിക്കയുടെ കണ്ണ് എന്ന് പറയുന്നത് വെനസ്വേലയിലുള്ള വൻ തോതിലുള്ള എണ്ണശേഖരമാണ്. ആ എണ്ണശേഖരം കൈക്കലാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് നിക്കോളാസ് മദൂറോ കുറേ നാളുകൾക്ക് മുൻപ് തന്നെ ആരോപിച്ചിരുന്നു. ഡീകോഡും ഇതിനു മുൻപ് അത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ട്രംപിന്റെ ലക്ഷ്യം മറ്റൊന്നും തന്നെയല്ല, ഈ കോടിക്കണക്കിന് വരുന്ന എണ്ണശേഖരമാണ്. അതാണ് ഏറ്റവും വലിയ തലത്തിലുള്ള കണ്ണ്. അമേരിക്കയുടെ കണ്ണ് ആ എണ്ണശേഖരത്തിലാണ് എന്ന് വ്യക്തമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയുടെ CIA ഏജൻസിയെ ഈ വെനസ്വേലയിലും ഒപ്പം തന്നെ നിക്കോളാസ് മദൂറോയെ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയും ഏറ്റവും കൂടുതൽ അവിടെ ആ വെനസ്വേലയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വെനസ്വേലയുടെ വിവിധ മേഖലകളിൽ CIA ഏജന്റുമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരക്കാസിലെ ജനം പരിഭ്രാന്തിയിലാണ്. പ്രത്യേകിച്ച് ഇന്ന് വലിയ തരത്തിലുള്ള ബോംബാക്രമണമാണ് ആ മേഖലകളിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർ വലിയ തരത്തിലുള്ള പരിഭ്രാന്തിയിലായിരുന്നു ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കേതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അതിഥിയുണ്ട്. ആ അതിഥിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ മോഹൻ വർഗീസ്, ഡീകോഡിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോക്കൂ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഇടപെടലുകളെ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോകാം. ഏകദേശം 36 രാജ്യങ്ങളിൽ സ്വതന്ത്രമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകളെയാണ് അമേരിക്ക അട്ടിമറിച്ചത്. 90ഓളം രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ അമേരിക്ക അട്ടിമറി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.
അമേരിക്ക ശരിക്കും ഇപ്പോൾ അവിടുത്തെ എണ്ണ ശേഖരത്തെ തന്നെയല്ലേ അവർ കണ്ണുവെച്ചിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകളൊക്കെ ഒരു ശരിക്കും നടത്തുന്നത്? യഥാർത്ഥത്തിൽ അമേരിക്ക പുറത്തു പറയുന്നത് എണ്ണ ശേഖരത്തിലുള്ള കണ്ണിനെ കുറിച്ചല്ല. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉയരുന്ന സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ നാർക്കോ ടെററിസം, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നാർക്കോ കമ്മ്യൂണിസം എന്ന് പോലും വിശേഷിപ്പിച്ചുകൊണ്ടാണ് വെനിസ്വേല എന്ന രാജ്യത്തെ, എണ്ണ സമ്പന്നമായ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കമ്മ്യൂണിസ്റ്റ് എന്ന മുദ്ര കുത്തുകയും അതീവ തീവ്രവാദി എന്ന മുദ്ര അടിച്ചാപ്പ കുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അമേരിക്ക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അമേരിക്കയുടെ യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫെന്റിനൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ മെക്സിക്കോ അതിർത്തി വഴിയും അല്ലാതെയും അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അത് അമേരിക്കയ്ക്ക് വലിയ ഒരു സെക്യൂരിറ്റി ത്രെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അത് അവസാനിപ്പിക്കണം. ഒന്നുകിൽ ദർ ഷുഡ് ബി എ റെജീം ചേഞ്ച്. അതായത് നിക്കോളാസ് മഡൂറോ 2013 മുതൽ പ്രസിഡന്റ് പദത്തിലുള്ള വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന നിക്കോളാസ് മഡൂറോ ഒഴിഞ്ഞു പോകണം. അതാണ് അന്ത്യശാസനം. ഒഴിഞ്ഞു പോയില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ നാർക്കോ ടെററിസ്റ്റുകളെ സഹായിക്കുന്ന പരിപാടി നിർത്തണം. ഇതാണ് അമേരിക്ക കൊടുത്ത ഒരു താക്കീത്. ആ താക്കീത് മാത്രമല്ല കൊടുത്തത്, ഏതാനും ആഴ്ചയായി അമേരിക്കയുടെ അതിശക്തമായ നാവിക വിന്യാസം കരീബിയൻ കടലിടുക്കിലുണ്ട്. അമേരിക്കൻ കപ്പലുകളുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഉപരോധം, വെനിസ്വേല കടുത്ത അമേരിക്കൻ ഉപരോധത്തിന് വിധേയമായി മുന്നോട്ട് പോവുകയാണ്. വെനിസ്വേലയുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ഈ എണ്ണ നിക്ഷേപമാണ്. ഒരുപക്ഷെ സൗദി അറേബ്യക്കുള്ളതിനേക്കാൾ കൂടുതൽ അൺഎക്സ്പ്ലോർഡ് ഓയിൽ റിസർവ്സ് വെനിസ്വേലയ്ക്കുണ്ട്. പക്ഷേ ആ ഓയിൽ റിസർവ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു ശക്തിയായി വളരാൻ വെനിസ്വേലയ്ക്ക് സാധിക്കാതെ പോകുന്നത് വെനിസ്വേലയുടെ ജിയോ പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ എണ്ണ വ്യാപാരം നടത്താൻ വെനിസ്വേലയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, അമേരിക്ക പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. നോക്കൂ, സൗദി അറേബ്യ നോക്കൂ, കുവൈറ്റിനെ നോക്കൂ, UAE നോക്കൂ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇറാനുമായിട്ടാണ്, ചൈനയുമായിട്ടാണ്, റഷ്യയുമായിട്ടാണ്, അമേരിക്ക ഏറെ വെറുക്കുന്ന ക്യൂബയുമായിട്ടാണ്. ഇങ്ങനെയുള്ള അമേരിക്ക വിരുദ്ധ അച്ചുതണ്ടിന്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേല നിൽക്കുമ്പോൾ അമേരിക്കയുടെ മുക്കിന് മുന്നിൽ ഇങ്ങനെ ഒരു ശക്തി വളർന്നു വരുന്നത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിക്കോളാസ് മഡൂറോയുടെ റെജീം ചേഞ്ചിലേക്ക് തന്നെ പോകത്തക്ക രീതിയിൽ ഒരു പ്രതിപക്ഷ സൈന്യത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യനിരയെ വളർത്തിക്കൊണ്ടുവരാൻ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്യുന്ന ഒരു അമേരിക്കയെ കാണും. ഇവിടെ മഡൂറോയെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന സ്തോപജനകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ അതിനകത്തൊന്ന് ഇടപെട്ടോട്ടെ. അതായത് ഈ മദൂറോയും ഭാര്യയും അവർ കടത്തിക്കൊണ്ട് പോയി എന്നുള്ളതിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ സമയം 9:30 ലോകത്തെ അഭിസംബോധന ചെയ്യും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണ സ്ഥിര കേന്ദ്രത്തിന്റെ അധ്യക്ഷനായ ഒരു പ്രസിഡന്റിനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അമേരിക്ക എത്രമാത്രമാണ് ഒരു രാജ്യത്തിന്റെ സ്വതന്ത്ര അധികാരത്തിന്മേൽ കടന്നുകയറ്റം നടത്തുന്നത്? അത് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയല്ലേ ശരിക്കും? തീർച്ചയായും അമേരിക്ക പറയുന്ന ഒരു വാക്കുണ്ട്, റൂൾ ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ. ഒരു ക്രമമനുസരിച്ചുള്ള ഒരു ലോകം. അത് ആര് സൃഷ്ടിക്കുന്ന ക്രമം എന്നതാണ് ചോദ്യം. അമേരിക്ക സൃഷ്ടിക്കുന്ന ഒരു ക്രമമനുസരിച്ച് ലോകം മുന്നോട്ട് പോയില്ല എങ്കിൽ തങ്ങൾ ഏത് രാജ്യത്തും ഇടപെടാൻ മടിക്കില്ല. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇറാനിൽ ജൈവികമായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഇറാന്റെ നാണയത്തിന് വില കുറയുന്നു, അവിടെ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, വ്യാപാരികൾ തെരുവിലിറങ്ങുന്നു, യുവജനങ്ങൾ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം തന്നെ വളമാക്കിക്കൊണ്ട് അയത്തുള്ള അലി ഖമേനി നയിക്കുന്ന ഭരണകൂടം മാറിപ്പോകണം, ഒഴിഞ്ഞു പോകണം എന്ന അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഭരണകൂടങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ കൽപ്പനകൾ, ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിന് ഇതിപ്പം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ സമയം 9:30 PM, അതായത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എന്താണ് നിക്കോളാസ് മഡൂറോയ്ക്കും വൈഫിനും സംഭവിച്ചത്. ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവച്ച വിവരമാണ് പൊതുസമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതനുസരിച്ച്
ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് തങ്ങളുടെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ അമേരിക്ക ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മാറ്റി. അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? പ്രസിഡന്റിനെയും വൈഫിനെയും. അങ്ങനെയെങ്കിൽ വൈസ് പ്രസിഡന്റ് വിൽ ടേക്ക് ഓവർ. ആ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച്, വെനിസ്വേല എന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ 233 ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് വൈസ് പ്രസിഡന്റ് ക്യാൻ ടേക്ക് ഓവർ. 30 ദിവസത്തെ ഉള്ളിൽ തന്നെ ഭരണമാറ്റം നടത്തിയാൽ മതിയാകും. 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു പ്രസിഡന്റ് ചുമതലയെടുക്കണം. ഡെൽസി റോഡ്രിഗസ് ആണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഡിഫാക്ടോ അധികാരി എന്ന് പറയാം ഈ നിമിഷത്തിൽ, അൺലെസ് മഡൂറോ ഇസ് ബ്രോട്ട് ബാക്ക് ആൻഡ് റീഇൻസ്റ്റേറ്റഡ്. അതിനുള്ള സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ അജ്ഞാത കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത്, അമേരിക്കയിലേക്കാണോ മറ്റെന്തെങ്കിലും ഗോൺറ്റനാമോയിലേക്കാണോ അതോ വേറെ ഏതെങ്കിലും അമേരിക്കൻ സ്വാധീന ഇടങ്ങളിലേക്കാണോ എന്നതിനെക്കുറിച്ച് ഈ നിമിഷം കൃത്യമായ ഒരു അറിവ് പൊതുസമൂഹത്തിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാനുമാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക 1823 മൺട്രോ ഡോക്ടറിനിലൂടെ എന്താണോ ആഗ്രഹിച്ചത് അതിപ്പോൾ കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണ്? അമേരിക്കൻ സ്വാധീന മേഖലയാണ് വടക്കൻ അമേരിക്കൻ കോണ്ടിനെന്റ്, സെൻട്രൽ അമേരിക്കൻ റീജിയൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്. അവിടെ വൈദേശിക ഇടപെടലുകൾ, വൈദേശിക സാന്നിധ്യം ഉണ്ടാവരുത്. അമേരിക്ക വിശ്വസിക്കുന്നു ചൈനീസ് ഇൻഫ്ലുവൻസ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ ഇൻ ലാറ്റിൻ അമേരിക്ക, എസ്പെഷ്യലി മഡൂറോ. അങ്ങനെ മഡൂറോയിലൂടെ വെനിസ്വേലയിലേക്ക് ചൈനീസ് സ്വാധീനം വലിയ രീതിയിൽ വരുന്നു. അങ്ങനെയെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളയേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ആ ഭരണകൂടത്തെ തന്നെ മാറ്റിക്കൊണ്ട് ചൈനീസ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ചൈനയ്ക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണോ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്? അപ്പോൾ ചൈനയ്ക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാകുമോ? യഥാർത്ഥത്തിൽ ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഈസ് ചൈന സൈലന്റ്? റഷ്യ പോലും പ്രതികരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. ഈ അമേരിക്ക ചെയ്തിരിക്കുന്നത് കാടത്തമാണ്, അത് അപലപനീയമാണ്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനവും ഒരു പ്രസ്താവനയും ഇതുവരെ ആരും കേട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും, അധികം താമസിക്കാതെ ഉണ്ടാകുമായിരിക്കും. നോക്കൂ, അമേരിക്ക ലോകത്തെ മിക്ക ഇടങ്ങളിൽ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു കണക്ക് പറഞ്ഞല്ലോ, 70-ലധികം ഇടങ്ങളിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച 1945 ശേഷം അത്രയും ഇടങ്ങളിൽ ഒന്നുകിൽ ഭരണമാറ്റത്തിന് കുടപിടിച്ചു, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കി, അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ നേരിട്ട് ഇടപെട്ടു. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഒരു ഏടും കൂടി. പക്ഷെ ഇവിടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിന് സമാനമായ ഒന്ന് സംഭവിക്കുന്നത് 1989 പാനമയിലാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടം മാനുവൽ നോറിയേഗ നയിച്ച അമേരിക്ക വിരുദ്ധ ഭരണകൂടത്തെ ഒരു മിലിറ്ററി ആക്ഷനിലൂടെ അട്ടിമറിച്ച് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട്, ഇത് തട്ടിക്കൊണ്ടു പോവുകയാണ്, മറ്റേത് ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്, അമേരിക്കയിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ വിചാരണ ചെയ്ത് ഏറെക്കാലം രോഗബാധിതനായതിനു ശേഷം അദ്ദേഹത്തെ വെറുതെ വിട്ടു. മറ്റൊരു സമാനമായ കാര്യം, ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇറാഖിനെ ആക്രമിച്ച് 1993 ഈ ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ കൈവശം രാസ ആയുധങ്ങളുണ്ട്, ജൈവ ആയുധങ്ങളുണ്ട്, ഒരുപക്ഷെ അണുവായുധങ്ങൾ പോലുമുണ്ട്. അത് ലോകത്തിന് വിനാശകരമാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ പൂർണ്ണമായി തകർക്കാൻ കഴിയുന്ന വൻപൻ ആയുധ ശേഖരം സദ്ദാം ഹുസൈന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിലേക്ക് അധിനിവേശം നടത്തി ഇറാഖ് ഗവൺമെന്റിനെ തന്നെ പുറത്താക്കി സദ്ദാം ഹുസൈനെ വിചാരണ ചെയ്ത് ഏകപക്ഷീയമായ വിചാരണയിലൂടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പക്ഷേ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആട് കിടന്നിടത്ത് കൂടെയുമില്ല എന്ന മട്ടിൽ ജൈവായുധങ്ങളും കണ്ടെത്താനായില്ല, രാസ ആയുധങ്ങളും കണ്ടെത്താനായില്ല. അങ്ങനെയുള്ള ഓരോ നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ തീർച്ചയായും ഈ ഫെന്റനിൽ ഉൾപ്പെടെയുള്ള നിരോധിതമായ വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകളാണ് ആരോപണത്തിന്റെ രൂപത്തിൽ വരുന്നത്. ഒരുപക്ഷെ ശരിയാണ്, മയക്കുമരുന്നിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗവും ഉൽപാദനവും ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്. 33 രാജ്യങ്ങൾ അടങ്ങുന്ന ബെൽറ്റ് ആണല്ലോ ഈ ലാറ്റിൻ അമേരിക്കൻ റീജിയൻ. സെൻട്രൽ അമേരിക്കൻ റീജിയൻ ഉണ്ട്, കരീബിയൻ റീജിയൻ ഉണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് സൗത്ത് അമേരിക്കൻ മേഖലയുണ്ട്. അത് മിക്കതും സ്പാനിഷ് സംസാരിക്കുന്ന മേഖലയിലുമാണ്. ഇവിടെ എല്ലാം തന്നെ ഭരണകൂടങ്ങൾ പലപ്പോഴും ഈ ലോക്കൽ മാഫിയ, ഡ്രഗ് മാഫിയയുമായി ഉള്ള ഇടപാടുകളുണ്ട്, ചില തോതിലുള്ള അഴിമതിയുണ്ട്. ഇതെല്ലാം വസ്തുതകൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുമാണ്. ഈ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്ക ലോകത്തിന്റെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുക്കുകയും ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ ഈ പേര് പറഞ്ഞുകൊണ്ട് ഡ്രഗ് കാർട്ടലുകളെ സഹായിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് ഏതാണ്ട് ഇറാഖിലെ 1993 അധിനിവേശത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്ക നയിക്കുന്ന ഏകധ്രുവ സംവിധാനം
അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡർ ആണ് നിൽക്കുന്നത്. അവിടെ വൺ അപ്മാൻഷിപ്പിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ്, ചൈന വളർന്നു വരുന്നു, മറ്റ് പല ശക്തികൾ വരുന്നു. അതിനിടയിൽ ഒരു വൺ അപ്മാൻഷിപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മറ്റ് ലോക രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീതാണ്. ഇന്ന് വെനിസ്വേലയുടെ പാഠം നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അമേരിക്ക വിരുദ്ധമായ ഏതെങ്കിലും നീക്കം ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞങ്ങൾ നിങ്ങളുടെ മടയിൽ കയറി നിങ്ങളെ കൊണ്ടുപോകും എന്ന ഒരു താക്കീത്. തീർച്ചയായിട്ടും ഡോക്ടർ മോഹൻ വർഗീസ്, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ അടുത്ത നീക്കം എന്ന് അറിയാനുള്ള ഒരു ഇതിൽ തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏത് തലത്തിലുള്ള ഇടപെടലാണ് അമേരിക്ക നടത്തിയതെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ കഴിയും.